മാഷേ, പ്രവീണിനെ കണ്ടോ? ഇല്ല മക്കളെ. ഇവനിത് എവിടെ പോയി? നീ ആ ഫോൺ എടുത്ത് വിളിച്ചു നോക്കി. നിതിൻ പറയുമ്പോൾ വരുൺ അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. നിധി, ബെല്ല് നിങ്ങളുടെ റൂമിൽ നിന്ന് കേൾക്കുക, മെർലിൻ മുകളിൽ നിന്ന് ഉറക്കെ പറഞ്ഞു. അത്താഴം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു, പിന്നെ അകത്തേക്ക് വരുന്നത് കണ്ടില്ല. വനജ വെപ്രാളത്തിൽ നിന്നു. അയ്യോ, ഈ കുട്ടി ഇത് എവിടെ പോയി? ഈശ്വര, ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതിന് ശിവനെ. വേണിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ഇനി ജഗന്റെ ആൾക്കാർ? മാഷ് പരവേശത്തോടെ കസേരയിലിരുന്നു. ഏയ് ഇല്ല മാഷേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർ പുറത്തേക്ക് ഓടിയിറങ്ങി. ടോർച്ച് വെട്ടത്തിൽ റോഡിലേക്ക് നോക്കി. ഇനി ആ കുളത്തിലോ മറ്റോ നോക്ക്, നല്ല ചൂട്, ഒന്ന് നനഞ്ഞാൽ കൊള്ളാം എന്ന് പറയുന്നത് കേട്ടു. മെർലിൻ പറയുമ്പോൾ വേണിയൊന്ന് ഞെട്ടി. ശിവനെ, മനന്നൊന്ത്. ഇനി അയ്യോ. അവൾ അകത്തേക്ക് ഓടി. കുളപ്പടവിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് നോക്കിയ വരുണും നിതിനും ശ്വാസം ആഞ്ഞു വലിച്ചു. മാഷേ, ആളിവിടെ ഉണ്ട്, ഉറക്കെ വിളിച്ചു പറയുമ്പോൾ കുളപ്പടവിൽ മലർന്ന് കണ്ണുകൾ അടച്ചു കിടന്നവൻ തല ഉയർത്തി തിരിഞ്ഞു നോക്കി. നിനക്കിത് എന്തിൻ്റെ കേടാടാ? രണ്ടും ദേഷ്യത്തോടെ അകത്തേക്ക് കയറി. വേണി റൂമിലേക്ക് കയറി ജനൽപ്പാളി കുറച്ച് തുറന്നു. ശിവനെ, ഉയർന്ന നെഞ്ചെടുപ്പോടെ കുളപ്പടവിലേക്ക് നോക്കി. ഹോ, കാലൻ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നേനെ. അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിന്നു. ഛേ, ഇരുട്ടായതുകൊണ്ട് 3 നിഴൽ മാത്രം കാണാം. അവൾ ജനാല അടച്ചു. ഇങ്ങ് വാടാ മോനെ, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. ഇതിന് നിനക്ക് നല്ലൊരു മരുന്ന് തരുന്നുണ്ട്. ആലോചനയോടെ ബെഡിലേക്ക് ചരിഞ്ഞു കിടന്നു. നീ ഇത് എന്ത് വേലയാടാ കാണിച്ചത്? ഒരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത്? പാവം മാഷും അമ്മയും എല്ലാവരും പേടിച്ചു. നിതിൻ കലിയോടെ അവൻ്റെ തോളിലടിച്ചു. എല്ലാവരും എന്ന് പറയുമ്പോൾ വേണി, അവൾ, പ്രവീണിൻ്റെ നേർത്ത സ്വരം. എന്താടാ, ശബ്ദം അടഞ്ഞല്ലോ, വയ്യേ? വരുൺ അവൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കി. എനിക്കൊന്നുമില്ല, ഞാൻ നാളെ തിരികെ പോവാ, കല്യാണത്തിന് വരാം. വരുണും നിതിനും പരസ്പരം നോക്കി. എന്താ ഇപ്പോൾ അങ്ങനെയൊരു ടോക്ക്? വേണിയെ സെറ്റാക്കണ്ടേ? വേണ്ട, അവൾക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് വെട്ടി തുറന്ന് പറഞ്ഞു. മറ്റാരോടേലും ഇഷ്ടം കാണും. സങ്കടത്തോടെ പടിക്കെട്ടിൽ തല വെച്ച് കിടന്നു. നീ ഇഷ്ടം പറഞ്ഞോ? എപ്പോ? ഒന്ന് തെളിച്ചു പറയടാ. നിതിൻ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അത് വേദനയോടെ എല്ലാം പറഞ്ഞു. ഓ, ഇത്രയുള്ളോ? വരുൺ ലാഘവത്തിൽ ചിരിച്ചു. കല്യാണം കഴിഞ്ഞാൽ ഉടനെ പോയേക്കണം, ഇവിടെ കണ്ടുപോകരുത് എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്തോ എൻ്റെ നെഞ്ച് പൊടിഞ്ഞു പോയി. എടാ ചെറുക്കാ, നീ ഒന്ന് സമാധാനിക്ക്. ഒന്നും പറ്റിയില്ലേൽ ആദർശുണ്ടല്ലോ, അവൻ വേണിയോട് സംസാരിക്കും. നീ വാടാ, കിടക്കാം. ഇന്നിനി അവനെ വിളിക്കണ്ട. ചെക്കൻ കല്യാണ മൂഡിലായിരിക്കും. കല്യാണം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ പറയാം. രണ്ടും കൂടി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എനിക്ക് വയ്യ നിധി, ആദ്യമായിട്ടാ ഇങ്ങനെ. പ്രവീൺ വേദനയോടെ പറയുമ്പോൾ വരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ നിന്റെ ചേട്ടനല്ലേ, ആ കുട്ടിയോട് സംസാരിക്കട്ടെ? ഏയ് വേണ്ട, അത് ശരിയാവില്ല. 3 പേരും പുറത്തേക്ക് നടന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോനെ. ഉമ്മറത്തിണ്ണയിലിരുന്ന് മാഷ് പറഞ്ഞു. അത് AC-യിലൊക്കെ ഇരിക്കുന്ന മക്കളല്ലേ, ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റി കാണില്ല, അതാവും മാഷേ. വനജ പറയുമ്പോൾ 3ഉം തല കുലുക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. രാവിലെ 5 മണിക്ക് അടുക്കളയിലേക്ക് വന്ന അമ്മയുടെ കണ്ണുകൾ രണ്ടും മിഴിഞ്ഞു. ഈശ്വര, സ്വപ്നമാണോ? അല്ലമ്മ, സ്വപ്നമല്ല, വേണിയാ. വെളുക്കനെ ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന മകൾ. അമ്മയുടെ മുഖം ചുളിഞ്ഞു. അവളെ അടിമുടി നോക്കി. വട്ടൊന്നുമില്ലല്ലോ മോളെ, ഉണ്ടേൽ പറയണം, ഹോസ്പിറ്റലിൽ പോകാം. പതിയെ പറഞ്ഞ് ചിരിച്ചു. ഇന്ന് എന്ത് പറ്റി മോളെ? കാക്ക മലർന്ന് പറക്കും. സാമ്പാറിന് പച്ചക്കറികൾ കട്ട് ചെയ്യുന്ന വേണിയെ നോക്കി ചോദിച്ചു. പാവമല്ലേ എൻ്റെ അമ്മ, എന്നും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുവല്ലേ? നിഷ്കളങ്കമായ മുഖഭാവം. വനജ അമർത്തിയൊന്ന് മൂളി. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്നു. ഹോ മാഷേ, എനിക്കിനി മരിച്ചാലും വിഷമമില്ല. അതെന്താടി, എന്നെ പട്ടിണിക്കിടാനാണോ? ചായ റെഡി. അടുക്കളയിൽ നിന്ന് ഒരു ട്രേയിൽ ചായയുമായി വേണി പുറത്തേക്ക് വന്നു. മാഷ് മകളെ തന്നെ നോക്കിയിരുന്നു. സ്വപ്നമല്ല മാഷേ, ഞാൻ ഇനി മുതൽ ഇങ്ങനെയാ മാറാൻ തീരുമാനിച്ചു. പാവം എൻ്റെ അമ്മ. എല്ലാവരും ചിരിച്ചു. പ്രവീൺ അവളുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. അച്ഛാ, ചായ എടുത്തോ, കുടിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. മെർലിനും നക്ഷത്രയ്ക്കും ചായ കൊടുത്തു. വരുണിന് മുന്നിലേക്ക് ട്രേ നീട്ടി. ആ ചായ അല്ല, ഇതെടുക്ക് ചേട്ടാ.
തല കുലുക്കി ചിരിച്ചുകൊണ്ട് അവൻ ചായ കയ്യിലേക്കെടുത്തു. നിതിൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. നിതിനും പ്രവീണും ചായ എടുത്തു. ഹോ, സമാധാനം. അവൾ ശ്വാസം വലിച്ചു വിട്ടു. എടാ വരുൺ, എന്തോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ, നിതിൻ പതിയെ പറഞ്ഞു. എന്ത്, ചായയിലോ? വരുൺ ഒരു നുറുക്ക് കുടിച്ചു നോക്കി. ഒന്നുമില്ലടാ, നല്ല ഏലക്കായുടെ മണം. ഒന്ന് പോടാ. ആ കൊച്ചിൻ്റെ നോട്ടം പ്രവീണില്ല. അതിനർത്ഥം ആ ചായയിൽ എന്തോ ഉണ്ട്. എൻ്റെ ഈശ്വര, വിമ്മാവോ? എന്താ മക്കളെ, ഒരു രഹസ്യം പറിച്ച് കഴിക്ക്. മാഷ് പറയുമ്പോൾ നിതിൻ തല കുല്ലിക്ക് ചിരിച്ചു. തല ചരിച്ച് പ്രവീണിനെ നോക്കി. എടാ പ്രവീ, എന്താടാ? നീ ചായ കുടിക്കണ്ട. എനിക്ക് ഒരു സംശയം. എന്ത് സംശയം? അത് നീ ഒന്ന് വേണിയെ നോക്കി. ആ മുഖത്ത് ഒരു കള്ള ലക്ഷണമില്ലേ? എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ നിന്റെ ചായയിൽ പണിയുണ്ട്. വയറ് വർക്ക്ഷോപ്പിൽ ഇടണോ? നിതിൻ പതിയെ പറഞ്ഞു. പ്രവീൺ തല ഉയർത്തി വേണിയെ നോക്കി. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി. പ്രതികാരമാണോ പെണ്ണെ? ചിരിയോടെ ചായക്കപ്പ് കയ്യിലേക്കെടുത്തു. എടാ കുടിക്കല്ലേ, നിതിൻ പറയുമ്പോഴേക്കും ചായ ചുണ്ടോട് ചേർത്തു. കണ്ണ് മുറുകെ അടച്ച് മൊത്തം ചായയും കുടിക്കുന്നവനെ മിഴിഞ്ഞ കണ്ണോടെ നോക്കി. പ്രവീൺ ചിരിയോടെ എഴുന്നേറ്റ് വാഷേരിയിലേക്ക് നടന്നു. എടാ പ്രവീ, വയറിന് എന്തേലും തോന്നുന്നുണ്ടോ? നിതിനും വരുണും വെപ്രാളത്തിൽ ചോദിച്ചു. വിമ്മൊന്നും അല്ലടാ, ഉപ്പായിരുന്നു. പ്രതികാരാവും, സാരമില്ല. കുറുമ്പിയല്ലേ, ഇതിൽ കൂടുതലും പ്രതീക്ഷിക്കാം. ചിരിയോടെ അവൻ റൂമിലേക്ക് നടന്നു. ഷോ, എന്നാലും അമൃത പോലെ കുടിക്കുന്നു പ്രതീക്ഷിച്ചില്ല. പാവം, അവൾ കുറുമ്പോടെ ചിരിച്ചു. മാഷേ, എന്താ മോളെ? നക്ഷത്ര അയാൾക്ക് അരികിലായി നിന്നു. എനിക്ക് അപ്പയെ ഒന്ന് കാണാൻ വീട് വരെ പോകാൻ തോന്നുവാ. നാളെ കല്യാണം. ആ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ ഒരാഗ്രഹം. മാഷ് കസേരയിൽ നിന്നും എഴുന്നേറ്റു. മോളെ, അത് വേണോ? ആ കാലൻ അവിടെയുണ്ട്. മോള് പറഞ്ഞതിൽ തെറ്റില്ല മാഷേ. പക്ഷേ വനജ വേദനയോടെ നിർത്തി. നീ റെഡി ആയിക്കോ പെണ്ണെ, നമുക്ക് പോകാം. അയാൾ ഒരു ചുക്കും ചെയ്യില്ല. നടക്കുന്നുണ്ടെങ്കിലും കാലിന് ചെറിയ ഏന്തുണ്ട്. എന്തേലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ ആ കാലൊന്നുകൂടി പണി ചെയ്യിപ്പിക്കാം. വേണി ഉറപ്പോടെ പറഞ്ഞു. നാളെ കല്യാണം. അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാനല്ലേ? ഞങ്ങൾ കൊണ്ടുപോകാം മാഷേ. നിതിനും പ്രവീണും വരുണും പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ മാഷ് തല കുലുക്കി. അപ്പാ, ഇടർച്ചയോടെ വിളിക്കുമ്പോൾ ഒരു ഇളം തെന്നലായി ആ അച്ഛൻ മകളെ പുൽകിയ നിമിഷം നക്ഷത്ര ചിരിയോടെ കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു. നീ എന്തിനാടി ഈ പടി ചവിട്ടിയത്? പിന്നിൽ നിന്നും ഉറക്കെയുള്ള നേത്രയുടെ ശബ്ദം. നക്ഷത്രയും കൂടെയുള്ളവരും അവളുടെ മുഖത്തേക്ക് നോക്കി. ഓ, എല്ലാവരും ഉണ്ടല്ലോ. പുച്ഛത്തോടെ നക്ഷത്രയെ ചുഴിഞ്ഞു നോക്കി. ഇപ്പോ ഇതിരി മിനുങ്ങിയിട്ടുണ്ട്. ഒരന്യ വീട്ടിൽ നാണമില്ലാത്ത ജന്മം. ദേ, ചേച്ചിയാണ് എന്ന് നോക്കില്ല. കെട്ടിയോന് കൊടുക്കാൻ വെച്ചിരുന്നത് കയ്യോടെ അങ്ങ് തരും. വേണി ദേഷ്യത്തിൽ പറഞ്ഞു. ഇപ്പോ ഇവിടെ നിന്നും ഇറങ്ങിക്കോ. ജഗേട്ടൻ നല്ല ഉറക്കാം. പോവാ, ഇവിടെ കെട്ടിക്കയറി താമസിക്കാൻ വന്നതല്ല. കടുപ്പത്തിൽ പറഞ്ഞ് നക്ഷത്ര നടന്നു. ഒന്ന് തിരിഞ്ഞു നോക്കി. ഇത് എൻ്റെ പേരിലിരിക്കുന്ന വീടാ, അത് മറക്കണ്ട. പക്ഷേ ഞാനൊന്നിനും വരില്ല. എൻ്റെ അപ്പയെ നീയും നിന്റെ ഭർത്താവും കൂടി അനുഭവിക്കും. ഈ വീട്ടിനകത്ത് കിടന്ന് നീ അറിയും ആ മനുഷ്യൻ്റെ വില. വിരൽ ചൂണ്ടി നക്ഷത്ര സംസാരിക്കുമ്പോൾ ശരീരം പോലും ഒന്ന് വിറച്ചു. നാളെ എൻ്റെ കല്യാണമാണ്. നല്ല മനസ്സുണ്ടേൽ വരാം, കടുപ്പത്തിൽ പറഞ്ഞ് അവൾ പടിപ്പുര ലക്ഷ്യമാക്കി നടന്നു. മക്കളെ, നാളെ രാവിലെ എഴുന്നേക്കണം. 9-നും 9:30 മധ്യയാണ് മുഹൂർത്തം. കിടക്കാനായി റൂമിലേക്ക് നടക്കുന്നവരെ നോക്കി പറഞ്ഞു. ആദർശ് മോൻ വിളിച്ചോ മോളെ? വനജ ചോദിച്ചു. വിളിച്ചിരുന്നു. കാറ് വരുമെന്ന് പറഞ്ഞു. വേണി പ്രവീണിനെ നോക്കി. ഇഷ്ടാണത്രേ. എന്നിട്ട് ഒന്ന് നോക്കിയേ. ദുഷ്ടൻ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയാണോ വേണ്ടത്? പ്രേമിക്കാൻ അറിയാത്ത മന്ദബുദ്ധി. ആരാടി മന്ദബുദ്ധി? ഞാനാണോ? മെർലിൻ സംശയത്തിൽ ചോദിച്ചു. അയ്യോ, മനസ്സിൽ പറഞ്ഞതാ. ഉറക്കെയായോ? അവൾ വെളുക്കനെ ചിരിച്ചു. നാളെ ഞങ്ങളുടെ കല്യാണം. ഹൃദയത്തിൽ നാദസ്വരം മുഴങ്ങി. പതിയെ കണ്ണുകൾ അടയുമ്പോൾ അവൻ്റെ മുഖം. നാച്ചൂട്ടാ. ഉറക്കത്തിലും അവൾ ചിരിച്ചു. ഈ സാരിയിൽ എൻ്റെ മോളെ കാണാൻ എന്താ ഭംഗി. സാരി നന്നായി ഉടുപ്പിച്ചുകൊണ്ട് വനജ പറഞ്ഞു. അതെന്താ അമ്മ, ഞങ്ങളുടെ മേക്കപ്പ് കൊള്ളില്ലേ? വേണി കെറുവോടെ ചോദിച്ചു. അയ്യോ, എല്ലാം കൊള്ളാം. മൊത്തത്തിൽ ഒരു രാജകുമാരി. നക്ഷത്ര ചിരിച്ചു. മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിന്നു. ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി. ആദർശ് സാറ് പറഞ്ഞു വിട്ടതാ.
അയാൾ മാഷിനെ നോക്കി പറഞ്ഞു. മക്കളെ റെഡിയായോ? ദേ കാറ് വന്നു. ആൺപടകൾ മൂന്നിനും വീതി കൂടിയ കസവിന്റെ മുണ്ടും ചില്ലി റെഡ് കളർ ഷർട്ടുമാണ് വേഷം. ഞങ്ങൾ റെഡി മാഷേ. ഓ, പെണ്ണുങ്ങളെ ഒരുക്കിയെടുക്കാനാ പാട്. ഒരു പാടുമില്ല, ഞങ്ങളും ഇറങ്ങി. മാമ്പഴ കളർ പട്ടുസാരിയും ചുറ്റി വനജ മുന്നേ സ്റ്റെപ്പുകൾ ഇറങ്ങി. പിന്നാലെ കല്യാണ വേഷത്തിൽ നക്ഷത്രയും. നിതിനും വരുണും പ്രവീണും പരസ്പരം നോക്കി ചിരിച്ചു. മാഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. വാര്യരെ, നീ കാണുന്നുണ്ടോടോ? വേദനയോടെ ഹൃദയം പൊടിഞ്ഞു. മെർലിനും വേണിക്കും ഒലീവ് ഗ്രീൻ കളർ ലെഹങ്കയാണ് വേഷം. മാഷേ, പതിയെ വിളിച്ച് അയാളുടെ കാലിൽ തൊട്ടു. എൻ്റെ അനുഗ്രഹം മോൾക്കൊപ്പം എന്നും ഉണ്ടാകും. മാഷ് ഇരു കൈകളും നക്ഷത്രയുടെ തലയിൽ വെച്ചു. ഹോ, ഈ ലെഹങ്കയിട്ട് ഓടി നടക്കാൻ പാടാ അല്ലേ മെർലി? സ്റ്റെപ്പുകൾ ഇറങ്ങി വരുമ്പോൾ വേണി ചിരിയോടെ പറഞ്ഞു. പ്രവീൺ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. എടാ മതിയാക്ക്, പായസത്തിന് നടത്തിയ പുകിലറിയാലോ. അപ്പോൾ രക്തം ഊറ്റിയെടുക്കുന്ന നിന്നെ കൊതുകിനെ തല്ലു കൊല്ലും പോലെ കൊല്ലും. അത് വേണോ? നിതിൻ രഹസ്യം പോലെ പറയുമ്പോൾ കണ്ണുകൾ പിൻവലിച്ച് പുറത്തേക്ക് നടന്നു. ഇത്രയും സുന്ദരിയായി വന്നിട്ട് ഒന്ന് നോക്കുന്നുണ്ടോ നോക്കിയേ. ആ ടോപ്പും പാൻറ്റും മതിയായിരുന്നു. ഇതിപ്പോ കഷ്ടപ്പെട്ട് ഒരുങ്ങി വന്ന ഞാൻ ആരായി? അവൾ ദേഷ്യത്തോടെ നിലത്ത് ആഞ്ഞു ചവിട്ടി. മാഷും വനജയും വേണിയും നക്ഷത്രയ്ക്കൊപ്പം കാറിൽ കയറി. മാഷേ, ഞങ്ങൾ പിന്നാലെയുണ്ട്. 3 ബൈക്ക് കാറിന് പിന്നാലെ ചലിച്ചു. ശ്രീകോവിലിന് അകത്തേക്ക് കയറുമ്പോൾ അവളുടെ ശരീരം വിറച്ചു. തിരുമേനിയെ കാണുന്ന നിമിഷം കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ അപ്പ. വേദനയോടെ നിറഞ്ഞ ചിരിയോടിരിക്കുന്ന കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി. ഒരുപാട് കരഞ്ഞു ഞാൻ. ഇന്ന് പുതിയൊരു ജീവിതം തുടങ്ങുക. അനുഗ്രഹിക്കണം. ഇനി എന്നെ കരയിപ്പിക്കരുത്. കൈ കൂപ്പി പിടിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ഇരു കവിൾത്തടത്തെ നനയിച്ചുകൊണ്ട് നീർമുത്തുകൾ ഒഴുകിയിറങ്ങി. നാച്ചൂട്ടാ, കരയുവാണോ? അവൻ്റെ ശബ്ദം. കണ്ണുകൾ വലിച്ചു തുറന്ന് അരികിൽ നിൽക്കുന്ന ആളിനെ നോക്കി. ആദിയേട്ടൻ. ആദിയേട്ടൻ, കരയരുത് നാച്ചു. കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് ആദർശി ചിരിച്ചു. നക്ഷത്ര പപ്പയെ നോക്കി. സന്തോഷായ മോൾക്ക്? ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ തലമുടിയിൽ തഴുകി. പൂജിച്ച തുളസിമാലയും താലിയുമായി തിരുമേനി പുറത്തേക്ക് വന്നു. തുളസിമാല പരസ്പരം മാറുമ്പോൾ ആദർശ് കുറുമ്പോടെ ചിരിച്ചു. ഞാൻ കള്ളക്കണ്ണനാണേ. ചുണ്ടിനടിയിലിട്ട് അവൻ പറയുമ്പോൾ നിറഞ്ഞു വരുന്ന കണ്ണുകളിൽ ഒരു തിളക്കം. ചുണ്ടിൽ ചിരി വിരിയുമ്പോൾ അവൾ തല താഴ്ത്തി. സാറേ, ഞാൻ ക്ഷേത്രത്തിന് പുറത്തുണ്ട്. എത്താറായോ? ദേ എത്തി. ജഗൻ ഫോൺ കട്ട് ചെയ്തു. പതിയെ മുഖം താഴ്ത്തി അകത്തേക്ക് കയറി. തൊഴാൻ വന്നവർ കല്യാണം കാണാൻ കൂടി നിൽക്കുന്നുണ്ട്. താലി കെട്ടിക്കോളൂ. തിരുമേനി പറയുമ്പോൾ മഞ്ഞ ചരടിൽ കോർത്ത ആലിലെ താലി അവളിലേക്ക് ചേർത്തു. ലവ് യു ഭാര്യ. പ്രണയത്തോടെ അവൻ പറയുമ്പോൾ മുറുകെ അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നു. കെട്ടിക്കൊടുക്ക്. കൂടുതൽ സന്തോഷിക്കാൻ സമ്മതിക്കില്ല. ഒരു കരി നിഴലായി നീയൊക്കെ അറിയാതെ പിന്നാലെ കാണും ഞാൻ, ജഗൻ ദേഷ്യത്തിൽ പറഞ്ഞു. സിന്ദൂരം ചാർത്തി കൊടുക്കാതി. പിന്നിൽ നിന്നും പരിചയമുള്ള സ്വരം. ജഗന്റെ ഹൃദയത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി. മുന്നിൽ നിൽക്കുന്നവരെ ബകഞ്ഞു മാറ്റി എത്തി വലിഞ്ഞു നോക്കിയ നിമിഷം കൺമുന്നിൽ കാണുന്ന കാഴ്ചയിൽ ശരീരം തണുത്ത് വിറച്ചു. ആനന്ദ് മേനോൻ, ഇയാളെന്താ ഇവിടെ? വിയർപ്പ് കണങ്ങൾ ചെന്നിയിലൂടെ ഉരുണ്ട് താഴേക്ക് ഇറങ്ങി. കണ്ണുകൾ ആനന്ദിൽ തന്നെ തറച്ചു നിന്നു. ഒരു നുള്ളു സിന്ദൂരം അവളുടെ സീമന്തരേഖയെ ചുവപ്പിക്കുമ്പോൾ കണ്ണുകൾ തമ്മിൽ കൊരുത്തു. അവൻ ശ്രീകോവിലിനകത്തിരിക്കുന്ന കണ്ണനെ നോക്കി ചിരിച്ചു. നിന്റെ കുറുമ്പ് കടമെടുക്കുവാ ഞാൻ. പതിയെ സിന്ദൂര ചുവപ്പിന് മേലെ ചുണ്ടുകൾ ചേർത്ത് അമർത്തി ചുംബിച്ചു. എൻ്റെ പൊന്നു മോനെ, ഇത് സ്ഥലം ഏതാണെന്ന് മറന്നു പോകരുത്. ചിരിയോടെ പപ്പ പറയുമ്പോൾ കൂടി നിന്നവരും ഫ്രണ്ട്സും ചിരിച്ചു. പപ്പ, ആദർശ് ഉറക്കെ വിളിച്ചു. പപ്പയോ? അപ്പോ ഇത് മകനാണോ? കാറ്റിൽ ആടിയുലയുന്ന കൽമണ്ഡപത്തിലെ മണികൾ. ജഗൻ പേടിയോടെ പുറത്തേക്ക് ഓടിയിറങ്ങി. ഇത് പ്രശ്നമാവൂ? ഈ സാറെന്താ വരാത്തെ? ശരീരം വിറയ്ക്കുമ്പോൾ ആൽമരത്തിന്റെ അരഭിത്തിയിൽ ചാരി നിന്നു. ചെയ്ത തെറ്റുകൾ തിരികെ വരും, താങ്ങാൻ സാധിച്ചാൽ മതി. അരികിലേക്ക് വന്ന് ഒരു വൃദ്ധൻ ചിരിയോടെ പറയുമ്പോൾ അവന്റെ കണ്ണിൽ ഭയം തെളിഞ്ഞു. ഭയക്കണം, കടുപ്പത്തിൽ പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടന്നു. ദേ കിളവ. ബോധം വന്നതുപോലെ ചുറ്റിനു നോക്കുമ്പോൾ അയാൾ ഉണ്ടായിരുന്നില്ല. ഈ കിളവൻ ഇതെവിടെ പോയി? നീ ഇത് ആരെയാ ജഗൻ നോക്കുന്നത്? മുകുന്ദൻ അവന്റെ തോളിൽ തട്ടി. അത് സാർ. അവൻ നിന്ന് വിക്കി. എന്താടോ? സംശയത്തിൽ മുകുന്ദൻ അവനെ ചുഴിഞ്ഞു നോക്കി.
നീ എന്തേലും കണ്ട് പേടിച്ചോ? വിയർക്കുന്നുണ്ടല്ലോ. സാർ വന്നേ. മുകുന്ദൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ക്ഷേത്രത്തിൻ്റെ വാതിൽ ഭാഗത്തേക്ക് നടന്നു.